ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണുസുതിയാണ്. പുള്ളിക്കാരത്തി കഥയൊക്കെ പറഞ്ഞു തീർന്നു. അതിമനോഹരമായിട്ടാണ് അവർ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കരുതിയത് രേണുസുതി കഥ പറയാൻ വന്നിരുന്ന സമയത്തിന് പുള്ളിക്കാരത്തി പുറത്ത് നടന്ന സംഭവങ്ങളൊക്കെ, ആ വീടിൻ്റെ ചോർച്ചയും ബിഷപ്പിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എടുത്തിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും എടുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ മനോഹരമായി തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തേ പറ്റൂ. അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ നിയമമാണ്. അവരൊരു സമയം കൊടുത്തിട്ടുണ്ട്, പറയാനുള്ള സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പുള്ളിക്കാരത്തി വലിയ സങ്കടമോ ഒന്നും ഉണ്ടായില്ല. വളരെ മാന്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ ട്രോളുന്നവർക്ക് ഈ ഒരു കഥ പറച്ചിലിൽ നിന്നും ട്രോളാൻ വേണ്ടിയിട്ടൊന്നും കിട്ടില്ല. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണുവിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് രേണു ഇന്നത്തെ ലൈവിൽ കിടന്നിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഋതപ്പനെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാണ്ട് നീ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കണമെന്നും, കുഞ്ഞിനെ എല്ലാവരും കാണണം, പിന്നെ കിച്ചു നീ മോനെ പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി വല്ലാണ്ട് വിഷമിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു അല്ലാതെ തന്നെ രേണു പറയുന്നുണ്ട് രേണുവിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ ഫുഡ് ശരിയാവുന്നില്ല, ഭക്ഷണം തീരെ കിട്ടുന്നില്ല രേണുവിന്. ഒരു ചായയുടെ പുറത്തോ കാപ്പിയുടെ പുറത്ത്, ചായ ഇല്ലല്ലോ അപ്പോൾ ഒരു കട്ടൻ ചായയുടെ പുറത്താണ് പുള്ളിക്കാരത്തി എത്രയും നേരം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വളരെയധികം വിഷമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പറയേണ്ട ഒരു കാര്യം, ബിന്നി നമ്മുടെ രേണുവിനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പോകുന്നതാണോ നല്ലത്, ഇവിടെ നിൽക്കുന്നതാണോ നല്ലത്, നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കാൻ പറയുമ്പോൾ രേണു പറയുന്നുണ്ട്, എൻ്റെ ആരോഗ്യത്തിന്, ഈ ആരോഗ്യസ്ഥിതിയിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചത്തുപോകത്തേ ഉള്ളൂ, എനിക്ക് ഇനിയും താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, കുറേ ദിവസമായല്ലോ ചേച്ചി ഇതുപോലെ പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ബിഗ് ബോസിൽ നിൽക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആരോഗ്യത്തിലാണ് എന്നാണ് ചേച്ചി വിശ്വസിക്കുന്നതെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് ബിന്നി പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം രേണുവിന് അവിടെ നിൽക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് രേണുവിൻ്റെ ഓരോ രീതിയിലും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രേണു അവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. രേണുവിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നെങ്കിൽ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് അവിടെ ഒരു ഗെയിമും രേണു ഇതുവരെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. അവിടെ നടക്കുന്ന അടികളിലും വഴക്കുകളിലും ഒന്നും പുള്ളിക്കാരത്തി ഇടപെടുന്നത് കൂടിയില്ല. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്ന് പറഞ്ഞാൽ വിഷമമാണ്. പുള്ളിക്കാരത്തിക്ക് കുഞ്ഞിനെ കാണാതിരിക്കുന്നതിലുള്ള വേദനയാണ് കൂടുതലായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലും പുള്ളിക്കാരത്തിക്ക് നല്ല വിഷമമാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി മറ്റേ ഈ ആൽബത്തിൻ്റെയും മറ്റും ഷൂട്ടിങ്ങിൻ്റെ തിരക്കുമായിട്ട് വീട്ടിൽ പോവാതിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വീഡിയോ കോൾ ചെയ്യാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തിരക്കാനൊക്കെ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ അതൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കണം പുള്ളിക്കാരത്തി ഇത്രയേറെ വിഷമിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് പുറത്തേക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ അവരെ അങ്ങ് പുറത്തേക്ക് വിടുക. പകരം എത്രയോ ആളുകളകത്തേക്ക് കയറാനായിട്ട് കാത്തിരിക്കുന്നു, അവർക്കൊരു അവസരം കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അപ്പോഴുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.